ഇവിടുത്തെ നാട്ടുകാരുണ്ട്, നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്താണ് സംഭവിച്ചത്. നിങ്ങൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു? ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, പേര് സുനീർ. ഈ സംഭവം അറിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലാണ്, നോമ്പ് തുറക്കുന്ന സമയമാണ്. കാരണം ഈ പ്രദേശത്തൊക്കെ തൊട്ടടുത്തൊക്കെ നോമ്പുള്ള ആളുകളാണ്. നോമ്പ് 7 മണിയോട് കൂടിയിട്ടാണ് ഈ പ്രതി ഇവിടെ വന്നിട്ടുള്ളത്. നേരെ ഇവിടെ വന്നുകൊണ്ട് കയ്യിൽ കരുതിയിട്ടുള്ള ആയുധമെടുത്ത് ഈ ഷിബിലയുടെ കഴുത്തിൽ തുടരെ കുത്തുകയുണ്ടായത്. ഈ കുത്ത് തടയാൻ വന്നിട്ടുള്ള ഈ ഷിബിലയുടെ ഉപ്പ പാറക്കണ്ടി അബ്ദുറഹിമാൻ, അദ്ദേഹത്തിൻ്റെ തലക്കും മാരകമായ മുറിവേറ്റിട്ടുണ്ട്. ഇത് തടയാൻ വന്നിട്ടുള്ള ഈ പ്രതിയുടെ ഈ ഷിബിലയുടെ ഉമ്മക്കും കുത്തേറ്റിട്ടുണ്ട്. ഈ 2 പേര് നിലവിൽ മെഡിക്കൽ കോളേജിലാണ്. ഇന്ന് പകൽ സമയത്ത് ഈ പ്രതി ഇവിടെ വന്നുകൊണ്ട് ഭീഷണി മുഴക്കി തിരിച്ചു പോയതാണ്. കഴിഞ്ഞ ദിവസം വന്നിട്ട് ഭീഷണി മുഴക്കി പോയിരുന്നു. ഇന്ന് പകലിവിടെ വന്നുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പോയി. പിന്നെ വൈകുന്നേരം ഈ കൊലക്ക് തയ്യാറായി വന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഈ ഷിബിലയുടെ ഇവൾ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഈ പ്രതി ഷിബിലയുടെ വസ്ത്രങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ട് കത്തിച്ച് അത് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിരുന്നു. അപ്പം അതിലൂടെയൊക്കെ തന്നെ നിരന്തരം ഭീഷണിയും ഈ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ഷിബില ഈ പോലീസിൽ നേരിട്ടെത്തി പരാതി കൊടുത്തതാണ്. എനിക്കിങ്ങനെ വധഭീഷണിയുണ്ട്, പിന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പരാതിയുടെ പേരിൽ നടപടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ കൊടുത്ത പരാതിയിൽ നിരന്തരം ആക്രമണത്തിനിരയാവുന്നു എന്ന ഒരു പരാതിയും കൂടി ഷിബില കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രതി ഈ പറഞ്ഞ രീതിയിൽ രാസലഹരി ഉപയോഗിച്ചിട്ട് ഇവിടെ വന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കലുണ്ടായിരുന്നു. ഇവരുടെ പ്രണയവിവാഹമായിരുന്നു. 5 വർഷമാണ് വിവാഹം കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം കുറഞ്ഞ സമയമാണ് ഇവർ നല്ലോണം ജീവിച്ചിട്ടുള്ളത്. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളായിരുന്നു. ഇവിടെ ഇപ്പോൾ 4 മാസമായി ഷിബില ഇവിടെ തന്നെയാണുള്ളത്. അപ്പോൾ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാലും ഇനി ഒരു കാരണവശാലും ഇയാളെ കൂടെ പോവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് പ്രതി ഇവിടെ വന്നുകൊണ്ട് നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താറും ഉണ്ടായിരുന്നു. ഇതാണ് പ്രവിത ഇവിടുത്തെ നാട്ടുകാർക്ക് എല്ലാം പറയാനുള്ളത്. നിരന്തരം ഇവിടെ, അതായത് ഇന്ന് പോലും ഇവിടെ എത്തി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം കൃത്യം നടത്തണം എന്ന ഉദ്ദേശത്തോടെ കത്തിയുമായി എത്തി ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഈ ഷിബിലയെ ആക്രമിക്കുന്നതിനിടയിലാണ് ഭാര്യ, പിതാവും മാതാവും ഇത് തടയാൻ ശ്രമിച്ചത്. അതിനിടയിലാണ് അവർക്ക് പരിക്ക് പറ്റിയിട്ടുള്ളത്. അവർ 2 പേരും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ഇതിൽ പിതാവിൻ്റെ പരുക്ക്, അതായത് അബ്ദുറഹ്മാൻ എന്ന പിതാവിൻ്റെ പരുക്ക് ഗുരുതരമാണ്. ഭാര്യ മാതാവിനും പരിക്കേറ്റുണ്ട്. അവരും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയാണുള്ളത്. ഈ ഒരു പ്രതി ഇവിടെ എത്തിയത് കാറിലായിരുന്നു എത്തിയിരുന്നത്. ഒരു ഗ്രേ കളർ കാറിലാണ്. ഈ ഒരു കാറിൽ തന്നെയാണ് രക്ഷപ്പെട്ടത്. ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഈ ഒരു കാറിന് നേരെ ഒരു ചെറിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായി. അങ്ങനെ ചില്ല് പൊട്ടിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ആ ഒരു പ്രതിക്കായുള്ള പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരിയിൽ തന്നെ പ്രതി ഉണ്ട് എന്ന ഒരു നിഗമനം തന്നെയാണ് പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെയുള്ള സൂചനയാണ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. ഏറെക്കാലമായി കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് മിഥില നൽകുന്ന വിവരം. അങ്ങനെ ഭാര്യയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഭാര്യ പിതാവിനും ഒപ്പം തന്നെ മാതാവിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതിൽ പിതാവിൻ്റെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.